അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. खासकर हमारी अब की जमाने में ये खास के कहने की कोई जरूरत नहीं है, क्योंकि हमारा परमेश्वर का आगमन बहुत ही निकट है। നമ്മുടെ പ്രാർത്ഥനകള് ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അതേ അവസരങ്ങളായിട്ട് മാറട്ടെ. तो हमारी प्रार्थनाएं हमारे परमेश्वर के आगमन की तैयारी के लिए हो। കർത്താവിന്റെ വരവിന് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടെന്ന് ദൈവമക്കൾക്കറിയാം. परमेश्वर के आगमन में दो पड़ाव है, हम जानते हैं। അത് രഹസ്യ വരവും മഹത്വ പ്രത്യക്ഷതയും. एक जो है वो जो रहस्य में वो आएगा, और दूसरा जो है सबके सामने महिमा में वो आएगा। അത് രഹസ്യ വരവിന് വളരെ അടയാളങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. और रहस्य में जो प्रभु आएगा उसमें बहुत से चिन्हों को हम नहीं देखते। കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവ് വരുന്നു എന്നാണ് കർത്താവ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. चोर जैसे रात को आता है चोरी करने के लिए, वैसे वो दिन आएगा, ऐसा यीशु मसीह ने उस दिन के बारे में इशारा किया है। പക്ഷെങ്കില് കർത്താവിന്റെ വരവിന് ചില അടയാളങ്ങൾ കർത്താവ് തന്നിട്ടുമുണ്ട്. लेकिन परमेश्वर के आगमन के बारे में कुछ ऐसे चिन्हों को परमेश्वर ने दिया भी है। നമ്മൾ ഈ കൊറോണയുടെ യുഗത്തില് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് കർത്താവിന്റെ വരവിന് ലക്ഷണമാണോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് അതേ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. इस कोरोना के इस समय में मैं भी प्रार्थना में हूँ कि ये सारी बातें परमेश्वर की आगमन का निशान है या नहीं, इस बारे में मैं भी परमेश्वर से जानकारी में लगा हूँ। കർത്താവ് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് നിശ്ചയമായിട്ടും അതേ 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 രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. हम प्रार्थना करेंगे तो निश्चित तौर पर स्वर्गीय भेदों को वो हमें प्रकट करेगा। ഈ രഹസ്യ വരവിന് വലിയ അടയാളങ്ങൾ ഇല്ലെങ്കിലും അതായത് കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ये रहस्य में जो आता है परमेश्वर, उसके लिए ज्यादा चिन्ह नहीं है, लेकिन ये कृपा युग या अनुग्रह के युग का अंत में होगा। അതായത് കൃപായുഗത്തിന്റെ അന്ത്യം എന്ന് പറയുമ്പോൾ ഒരു രാത്രിയുടെ അനുഭവം, അർദ്ധരാത്രിയുടെ അനുഭവമുണ്ട്. अनुग्रह का युग का समाप्ति मतलब एक आधी रात का या क्रूर अंधेरा का एक ऐसा एक समय। അതായത് കൃപായുഗം അവസാനിക്കുന്നു, മറ്റൊരു ഘട്ടം തുടങ്ങുന്നു, മറ്റൊരു യുഗം അത് തുടങ്ങുന്നു. अनुग्रह का युग समाप्त होता है और एक नया युग का आरंभ होता है। ഉദാഹരണം, മിസ്രയീമിൽ അതെ അർദ്ധരാത്രിയിൽ അതേ സംഹാരദൂതൻ വരികയും അവര് ആ അടുത്ത പ്രഭാതത്തിന് അടുത്ത ദിവസം തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് പുറപ്പെട്ടു പോയി. उदाहरण के लिए मिस्र में हम देखते हैं मार डालने वाला स्वर्गदूत जो है वो आधी रात में आता है, और पौह फटते ही सुबह वो वहां से निकल पड़ते हैं। അതായത് അത് മറ്റൊരു ദിവസത്തിന്റെ ഒരു ദിവസത്തിന്റെ അവസാനവും മറ്റൊരു ദിവസത്തിന്റെ ആരംഭവുമായിരുന്നു. तो वो एक दिन का समाप्ति और दूसरा दिन का शुरुआत था। അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ രാത്രി കഴിവാറായി, പകല് അടുത്തിരിക്കുന്നു. तो इसीलिए हम कहते हैं रात बीत गई है, होने को है, और दिन निकट है। അതുകൊണ്ട് ഈ വായുവത്തിന്റെ അന്ത്യത്തിൽ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. इसलिए इस कृपा युग के अंत में अंधकार की बातें बहुत प्रकट होगा। ഉദാഹരണം ഇത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ നോഹയുടെ കാലഘട്ടം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. और अच्छे से इसको समझने के लिए नूह की जमाने को हम थोड़ा देखेंगे। അന്ന് ദൈവകൃപയെ അലക്ഷ്യമാക്കി അതേ 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 ജനം വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. उस जमाने में हम देखते हैं परमेश्वर की अनुग्रह को लोगों ने तुच्छ जाना और वो अपने आप में मनमानी करने लगे। ഒരു വശത്ത് അതേ കൃപയെ വ്യർത്ഥമാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതേ ലോകം ഇരുട്ടിനാൽ മൂടപ്പെടുകയായിരുന്നു. एक समय में हम देखते हैं ये संसार जो है अंधकार से भरा हुआ था। നോഹയെ സംബന്ധിച്ച് അത് ഒരു സന്തോഷത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. नूह के संबंधित हम देखते हैं वो एक आनंद का आरंभ था।
ഈ ഒറ്റ ദിവസം കൊണ്ട് എന്ന് വെച്ചാൽ ഈ കൃപയെ വ്യർത്ഥമാക്കി അത് ആ നിഗളിച്ച ആ ജനത്തിന്റെ നിഗളത്തെ താഴ്ത്തി കളയാൻ ദൈവത്തിന് ഒറ്റ ദിവസം മതിയായിരുന്നു. लेकिन उस एक दिन में जो घमंडी लोग थे उनके घमंड को निचोड़ने में बस एक दिन का समय लगा. അത് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. और इसी को हम आज देखते हैं. ഇങ്ങനെ ലോകത്തിന് നമ്മൾ കാണുന്നത് പോലെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. आज संसार में आज जो हम देख रहे हैं ऐसी एक घटना होगा ऐसा किसी ने सोचा या अनुमान नहीं लगाया. ഇന്ന് എന്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. आज आपका एक प्रिय मित्र जो है विलायत से बुलाया था. അദ്ദേഹം കഷ്ടതയുടെ നടുവിലായിരുന്നാലും അദ്ദേഹം പറഞ്ഞു ഇത് ഈ അമേരിക്കയിലെ മുന്നോട്ടുള്ള പോക്കിന് ഒരു അല്ലെങ്കിൽ ഒരു ന്യായവിധി തന്നെയായിരുന്നു അദ്ദേഹം പറയുന്നത്. वो कष्ट में है फिर भी उन्होंने कहा कि अमेरिका की जो आगे की जो चलना है उसके लिए ये निश्चित तौर पर परमेश्वर का एक न्याय है. അല്ലെങ്കിൽ ദൈവത്തെ മറന്ന മനുഷ്യന് അങ്ങേയറ്റം നിഗളിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് പറഞ്ഞു. या फिर परमेश्वर को भूलकर वो घमंड होकर प्रफुल्लित होकर जीने का एक ऐसा समय था. ദൈവം ചില ദിവസങ്ങൾ കൊണ്ട് അതിന് ഭേദം വരുത്തി. लेकिन कुछ दिनों में ही परमेश्वर ने उसको बदल दिया. ഇതിന്റെ അർത്ഥം ന്യായവിധിയുടെ ദൈവം എഴുന്നേറ്റിരിക്കുന്നു എന്ന. इसका मतलब न्याय का परमेश्वर उठ खड़ा हुआ है. അത് ലോകത്തെ സംബന്ധിച്ച് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ന്യായവിധിയുടെ ദൈവം എഴുന്നേറ്റിരിക്കുന്നു. संसार के संबंधित परमेश्वर साफ तौर से हमें सिखाता है कि न्याय का परमेश्वर अब उठ चुका है. അത് ദൈവം നമ്മുടെ ദൈവം അറിയാതെ അനുവദിക്കാതെ ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ലോകത്തിലുണ്ടാകത്തില്ല. और हमारे परमेश्वर के अनुमति के सिवाय ऐसी एक घटना कभी भी संसार में उजागर नहीं होता. അപ്പോൾ നിശ്ചയമായിട്ടും അത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ പുറകിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാണ്. तो निश्चित तौर पर इसके उपरांत कुछ बड़ी घटनाएं घटने वाली है, ये तो निश्चित है. ദൈവം വലിയ രഹസ്യപരവിന് വലിയ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവജനം ഉണരാൻ തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ അനുവദിക്കും. परमेश्वर ने अपने रहस्य आगमन के लिए बहुत से चिन्हों के बारे में नहीं बताया, परंतु अपने लोगों को कलीसिया को जागरूक करने के लिए, इस बात को पहचानने के लिए यहाँ वहां छोटे से इशारा तो जरूर देगा. ഈ മഹാവ്യാധി ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അത് ഒരുങ്ങാനുള്ള ഒരു മുന്നറിയിപ്പാണ്. और ये महामारी, ये महापीड़ा जो है मसीह लोगों के संबंधित में एक तैयार होने का एक अवसर है. അത് നമുക്ക് സഭയായിട്ട് കൂടി വരാൻ സാധിക്കുന്നില്ലെങ്കിലും വ്യക്തിപരമായി നമുക്ക് ഭവനത്തിലിരുന്ന് ഒന്നുകൂടി ദൈവത്തോട് അടുക്കാനുള്ള ഏറ്റവും പറ്റിയ സമയമാണിത്. कलीसियाई तौर पर हम एकत्रित तो नहीं हो सकते, लेकिन हमारे घरों में बैठकर परमेश्वर के साथ एक संबंध में, उस रिश्ते में हम बढ़ सकते हैं. അതുകൊണ്ട് അത് ഏറ്റവും അധികം കഴിഞ്ഞ നാളുകളെക്കാളേറെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സമയം. इसलिए पिछले और बीत गए दिनों से अधिक से बहुतायत में प्रार्थना करने का ये समय है. ഇനിയും വരാൻ പോകുന്ന മഹാക്ഷാമമാണ്. अब जो आने वाला है वो एक महान अकाल है. കർത്താവിന്റെ അതേ വരവിന്റെ അടയാളങ്ങളൊക്കെ തന്നെ ഇത് മഹാവ്യാധി ക്ഷാമമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കർത്താവിന്റെ വരവിനുള്ള നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. और परमेश्वर के आगमन के संबंधित में ऐसी महामारियां और अकाल पड़ेंगे, ये पहले से तय है. ഇതിനു മുമ്പ് തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അത് പല പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞു. और इसके पहले ही परमेश्वर के आने के संबंधित में बहुत से भविष्यवाणियां पूरी हो चुका है. അതിലൊന്നാണ് ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. और उसमें से एक है इस्राएल का पुनर्स्थापना. റോമാലേഖനം 11-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ കാണുന്ന പോലെ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ പുനരുദ്ധാനം അല്ലാതെ മറ്റെന്താവും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്.
रोमर की पत्री 11 के 15 में जैसा हम पढ़ते हैं, उनका त्याग देना जो है वो जगत का मिलाप का कारण हुआ, तो क्या उनका ग्रहण किया जाना मरे हुओं में से जी उठने का बराबर ना होगा। അതെ, അവരുടെ അംഗീകരണം അല്ലെങ്കിൽ ഇസ്രായേല് നാനാഭാഗത്തേക്ക് ചിതറപ്പെട്ടു പോയ ഒരു ജാതിയാ. इसराइल जो है वो ऐसे लोग थे जो चारों ओर तितर बितर हो गए थे. ഇങ്ങനെ ചിതറപ്പെട്ടു പോയ ഒരു ജാതി വീണ്ടും ഇങ്ങനെ ഒന്നായി ഒരു രാഷ്ട്രമായിട്ട് അത് വരുമെന്ന് അത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. और ऐसा तितर बितर हुआ या बिखरे हुए लोग फिर से एक होकर एक राज्य बनेगा, ऐसा किसी ने नहीं सोचा था. പക്ഷെ ദൈവവചനത്തിൽ അരുളി ചെയ്തതുപോലെ തന്നെ വീണ്ടും അവരൊരു ജാതിയായി അവരൊരു രാഷ്ട്രമായിട്ട് അത് ഒന്നിച്ച് ആയിരിക്കുകയാണ്. लेकिन परमेश्वर के पवित्र कलाम में जैसा भविष्यवाणी दिया, जैसा लिखा था कि वो फिर से एक राज्य बने हैं और फिर से वो एक राष्ट्र बने हैं. ഈ കാര്യം അല്ലെങ്കിൽ ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുവാനാണ് 1 ഉം 2 ഉം ലോക മഹായുദ്ധങ്ങൾ നടന്നത്. और इसराइल की पुनर्स्थापना के लिए ही हम लोग देखते हैं विश्व युद्ध 1 और विश्व युद्ध 2 हुआ था. ഇസ്രായേൽ തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. और परमेश्वर अपने लोगों के संबंधित में बड़े बड़े कार्यों को करता है. അപ്പോൾ അത് ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചുള്ള പുനരുദ്ധാനമാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുക. और प्रेरित पौलुस यहाँ पर कहता है कि उनका ग्रहण करना मरे हुओं में से जी उठने के बराबर है, ऐसा प्रेरित ने कहा है. മരിച്ചുള്ള പുനരുദ്ധാനം കർത്താവിന്റെ രണ്ടാമത്തെ വരവില സംഭവിക്കുന്നത്. और ये मरे हुओं का जी उठना परमेश्वर के दूसरे आगमन में होता है. അത് ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടു എന്നുള്ളത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു അടയാളം. तो इस्राएल का पुनर्स्थापित हुआ, ये परमेश्वर के आगमन का एक बड़ा चिन्ह है. നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നം, ഒരു ബിംബത്തെ സ്വപ്നം കണ്ട കാര്യം നമുക്കറിയാം. नबूकदनेस्सर ने एक मूर्ति का स्वप्न देखा था, हम जानते हैं. അത് കാല്, ആ ബിംബത്തിന്റെ കാല് പാതി ഇരുമ്പും പാതി കളിമണ്ണുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. और उस मूर्ति का पांव को हम जानते हैं, वो थोड़ा मिट्टी का और थोड़ा लोहे का बना हुआ था. എന്ന് വെച്ചാൽ തമ്മിൽ ചേരാത്ത പാർട്ടികൾ അത് ഭൂമിയിൽ ഭരിക്കും എന്നതിന്റെ സൂചനയായിരുന്നു. और ये इसकी ओर इशारा करता है, जो आपस में कभी मिल नहीं सकते वो मिलकर इस संसार पर राज्य करेंगे. അല്ലെങ്കിൽ ആശയപരമായി പൊരുത്തപ്പെടാത്ത അതേ പാർട്ടികൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ഭരണത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് അതേ ഭൂമിയിൽ ഭരിക്കുന്ന അവസ്ഥ. या फिर जिन लोगों का विचारधारा है एक दूसरे से नहीं मिलता, वो लोग केवल शासन में रहने के लिए एक साथ आकर राज्य भरण करने का एक ऐसा अवसर. അതെ, ഈ സമയത്താണ് അല്ലെങ്കിൽ ആ കാലിലാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് വന്നടിച്ച് ആ ബിംബം തകർന്നു പോയത്. और उस पांव पर हम देखते हैं एक ऐसा पत्थर जिसमें हाथ न लगा था, वो आकर उसको ठोकर मारता है और वो मूर्ति गिर जाता है. എന്നുവെച്ചാൽ ഈ കൂട്ടുകെട്ട് ഭരണം ഭൂമിയിലെ അവസാന ഭരണമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. इसका मतलब ये मिलजुल कर जो सरकारें हैं, ये सरकार जो है आखिरी सरकार होगा संसार का. പിന്നീട് വെളിപ്പാൻ പോകുന്ന കർത്താവിന്റെ അതേ ഭരണം. और उसके बाद जो प्रकट होने वाला है वो हमारा परमेश्वर का राजकरण है. അതെ, ചുരുക്കത്തില് ഇതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് തലപൊക്കി നോക്കുകയും എന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ട്. तो यीशु मसीह ने कहा है कि जब ये घटनाएं घटेंगी तो तुम्हारा जो है उद्धार निकट है, ये जानकर अपने सर ऊंचा करो. അതെ, നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ചുരുക്കം. हमारे यीशु मसीह का दूसरा आगमन बहुत निकट है, ये संक्षेप में ये बात बताता है. അവിടെയാണ് അതെ കർത്താവ് അരുളി ചെയ്ത് നമ്മൾ ഓർക്കണം. അതെ, ഈ സംഭവിപ്പാനുള്ളതൊക്കെ ഒഴിഞ്ഞു പോകണം. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകണം. അതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും
और इसीलिए जो हमने पढ़ा उस पर ध्यान देने में, परमेश्वर का आगमन बहुत निकट है, इसलिए हमें सब कुछ तर्ज करके जागते रहना है, प्रार्थना करना है, ताकि हम परमेश्वर के पुत्र के सामने योग्यता से खड़े हो पाए। അതെ, പ്രാർത്ഥിക്കേണ്ട പ്രാധാന്യത വേദപുസ്തകത്തിൽ മറ്റു പലയിടത്തും നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. प्रार्थना करने का जो खासियत है या उसकी जरूरत है, पवित्र शास्त्र में कई जगहों पर दिया गया है. ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ ശിമ്യോനെയും ഹന്നയും കാണുന്നുണ്ട്. लूका रचित सुसमाचार उसके दूसरे अध्याय में एक शिमयोन को और अंक देखते हैं. കർത്താവ് അതെ ഭൂമിയിൽ അവതരിച്ച കാലം എന്ന് പറയുന്നത് ആത്മീയമായി അങ്ങേയറ്റം ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. यीशु मसीह का जो ये संसार में जन्म हुआ, उस जमाने में आत्मिक संसार जो है पूरी तरह से अंधकार में दबा हुआ था. ആ സമയത്താണ് നമ്മൾ ശിമ്യോനെയും ഹന്നയും ആലയത്തിൽ അതെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. उस समय में शिमयोन और हन्ना को पवित्र मंदिर में प्रार्थना करते हुए हम पाते हैं. അവിടെ പ്രാർത്ഥനയുടെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, उनकी प्रार्थना की खासियत क्या है अगर इसको सवाल किया जाए, അത് ശിമ്യോന് അത് ദൈവം അരുളപ്പാട് കൊടുത്തു, നീ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കത്തില്ല. शिमयोन को परमेश्वर ने आशीष दिया था, जब तक तुम मसीह को नहीं देखोगे तुम मरोगे नहीं. എന്ന് വെച്ചാൽ അതുപോലെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായിരുന്നു ശിമ്യോന്റെ. इसका मतलब शिमयोन की प्रार्थना उतना विश्वास योग्य था. ഇസ്രയേലിന്റെ അതെ വീണ്ടെടുപ്പിനായി രക്ഷയ്ക്കായി ഇങ്ങനെ അതെ പ്രാർത്ഥിച്ചുകൊണ്ടേ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. इजराइल के उद्धार के लिए बड़े तीव्रता से और बहुत ही जलजलाहट से शिमयोन प्रार्थना करता था. അതെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല, ഇസ്രായേലിന് രക്ഷകൻ ഉണ്ടാകണം, അല്ലെങ്കിൽ മശിയ അത് വെളിപ്പെടണം, ഇസ്രായേലിൽ മഹാരക്ഷ ഉണ്ടാകണം എന്നുള്ള വിഷയം മുൻനിർത്തി തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ശിമ്യോനും ഹന്നയും. आर्थिक बढ़ोतरी या आशीष के लिए नहीं, शिमयोन और हन्ना जो है इस्राएल की उद्धारकर्ता के लिए और इस्राएल में बहुताहत की एक बदलावट के लिए और महिमा का एक उद्धार इस्राएल के लोगों का होने के लिए शिमयोन और हन्ना प्रार्थना करते थे. ആ പ്രാർത്ഥനയിൽ ദൈവം അങ്ങേയറ്റം പ്രസാദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്, നീ കർത്താവിനെ കാണാതെ മരിക്കത്തില്ല. और उस प्रार्थना में बहुत ही प्रसन्न होने के कारण परमेश्वर ने शिमोन से कहा था, जब तक तुम उस उद्धारकर्ता को नहीं देखोगे तुम मरोगे नहीं. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിനെ അവിടെ അർപ്പിപ്പാനായിട്ട് കൊണ്ടുവരുന്നത്. और ऐसे समय में वहां पर यीशु मसीह को माता पिता मंदिर में प्रदर्शन करने के लिए ले आते हैं. ഈ സമയത്ത് ശിമ്യോൻ ആലയത്തിലില്ല. और इस समय में शिमयोन जो है वो मंदिर में नहीं है. ദൈവത്തിന്റെ ആത്മാവ് ശിമ്യോനോട് പറഞ്ഞു, നീ പെട്ടെന്ന് ആലയത്തിൽ പോകണം. परमेश्वर की आत्मा ने शिमयोन से कहा, तू जल्दी से पवित्र मंदिर में जा. ആത്മനിയോഗപ്രകാരം ശിമ്യോൻ ആലയത്തിൽ ചെന്നു. और पवित्र आत्मा से प्रेरित शिमयोन जो है मंदिर पहुंचा. അവിടെ ചെന്നപ്പോൾ പൈതലിനെ കണ്ട് പൈതലിനെ എടുത്ത് വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. और जब वहां गया तो उसने यीशु बालक को देखा, उसे अपने हाथ में लिया और आशीष दिया. ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം ശിമ്യോന് പ്രവാചകൻ എന്നുള്ള പദവി കൂടി കൊടുത്തത്. और ऐसे प्रार्थना के कारण होगा शिमयोन को परमेश्वर ने भविष्यवक्ता का पद भी दिया. അങ്ങനെ അതേ തീവ്രമായിട്ട് പ്രാർത്ഥന അതേ കണ്ടാൽ ദൈവം നാം ചോദിക്കാത്ത ചില ആത്മീയ നന്മകൾ കൂടി ദൈവം നമുക്ക് തന്നിരിക്കും. तो ऐसे तीव्र प्रार्थना अगर हम करेंगे, विश्वास योग्य प्रार्थना अगर हम करते हैं, तो बिना पूछे ही परमेश्वर कुछ आत्मिक अनुग्रह आशीष भी हमें देगा. അങ്ങനെ അതേ ശിമ്യോൻ അതേ മറിയോടും അതേ പ്രവചനം പറഞ്ഞു. और इसी तरह से हम देखते हैं शिमयोन ने यीशु की माता मरियम को वहां पर भविष्यवाणी दिया. അത് കേട്ടപ്പോൾ അതേ മറിയയ്ക്കും യോസഫിന് അതിശയമായി. और ये सुनकर मरियम और यूसुफ जो है वो आश्चर्यचकित हुए. അങ്ങനെ ഇരിക്കുമ്പോൾ ഹന്ന വരുന്നു. और ऐसे समय में वहां पर हन्ना आती है. അതേ പുള്ളിക്കാരത്തിയും
അത് ചെറുപ്പകാലത്ത് വിധവയായി തീർന്നതാ. और वो बचपन से ही वो विधवा थी. ആ പുള്ളിക്കാരത്തെയും അടുത്ത് വന്ന് അത് ദൈവത്തെ മഹത്വപ്പെടുത്തി. वो भी उनके पास आकर परमेश्वर को महिमा दिया. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, हमें जो ध्यान देना है, ഇവരുടെ കയ്യില് അല്ലെങ്കിൽ ഈ ശിമിയോന്റെ കയ്യിൽ ഇരിക്കുന്നത് ആരാ? शिमयोन के हाथ में कौन है? ഇത്രയും നാള് പ്രാർത്ഥിച്ചതിന് പ്രതിഫലം എന്ന് വെച്ചാൽ സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കർത്താവാണ് ഇപ്പോൾ ശിമിയോന്റെ കയ്യിലിരിക്കുന്നത്. इतना दिन जिसके लिए प्रार्थना किया, संक्षेप में कहा जाए तो तमाम आशीषों का और स्वर्ग के महिमाओं का स्रोता अब शिमयोन के हाथ में है. അത് സ്വർഗത്തിലെ ദൈവത്തിന് അതിനേക്കാൾ കൂടുതൽ അത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേറെ ഇല്ല. अब स्वर्ग के परमेश्वर को इससे बढ़कर एक प्रार्थना का उत्तर देने के लिए या और कुछ नहीं है. അതെ, ശിമ്യോനും അത് ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ച ശിമ്യോനും ഹന്നയ്ക്കും ലഭിച്ചത് അങ്ങേയറ്റത്തെ പ്രതിഫലം. तो शिमयोन और हन्ना जिन्होंने विश्वास योग्यता से और जलजलाहट से जुनून से प्रार्थना किया, उन लोगों को जो मिला वो एकदम अत्यंत और अधिक से अधिक आशीष था. എന്നുവെച്ചാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആര് കർത്താവിന്റെ തിരുമുഖം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളതാണ് അവൾ നമ്മൾ ഗ്രഹിക്കേണ്ടത്. इसका मतलब परमेश्वर के दूसरे आगमन पर कौन परमेश्वर का वो पवित्र मुख देखेगा, वो यहाँ पर पवित्र कलाम हमें बताता है. അതെ, രണ്ടാമത്തെ വരവുകൾ കർത്താവിന്റെ തിരുമുഖം കാണുന്നത് തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നത് ദൈവജനമാണ്. तो परमेश्वर के दूसरे आगमन में उसका मुख केवल वो ही देख पाएंगे जो विश्वास योग्यता के साथ, जुनून के साथ परमेश्वर के सामने प्रार्थना करेंगे. ഇന്നലെ കർത്താവിന്റെ ദാസൻ അതെ പറഞ്ഞ ആശയവും ഇത് തന്നെയായിരുന്നു. कल परमेश्वर का दास ने जो कहा वो भी बिल्कुल यही बात था. ആ സമയത്ത് അവിടെ ആലയമുണ്ട്, പുരോഹിതന്മാരുണ്ട്, ആരാധനയുണ്ട്. उस समय में वहां मंदिर है, वहां याजक लोग हैं और वहां आराधना है. പക്ഷെങ്കില് കർത്താവ് വന്നത് അതിൽ മിശിഹ വന്നു പോയതൊന്നും ഈ പുരോഹിതന്മാർ അറിഞ്ഞില്ല. लेकिन परमेश्वर जो आया या मिसिया जो आकर गया, ये याजक लोग नहीं समझ पाए. അവർക്കൊരു ആത്മനിയോഗം ഉണ്ടായില്ല. और उन लोगों को किसी भी प्रकार का ऐसा कोई भी आत्मिक प्रेरणा नहीं मिला. എന്ന് വെച്ചാൽ ഈ നാമധേയ അനുഭവത്തിൽ കൂടി പോകുന്ന വ്യക്തികൾ കർത്താവ് വന്നുപോയാൽ അറിയത്തില്ല എന്നുള്ള സത്യം അവിടെ വെളിപ്പെടുന്നത്. इसका मतलब नामदारी अनुभवों में और कपट अनुभवों में हम अगर रहते हैं तो परमेश्वर आकर जाने से हम में से किसी को ये पता नहीं चलेगा, हम पहचान नहीं पाएंगे. അത് തന്നെയാണ് കർത്താവ് ജനിച്ചപ്പോഴ് ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. और इसी बात को हम देखते हैं, यीशु मसीह के जन्म जब हुआ तो वहां के जो चरवाह है उनको यीशु मसीह का आगमन पता चला. അത് ഇസ്രായേലിന്റെ രാജാവായിട്ട് പറഞ്ഞവനാ. इस्राएल का राजा होकर जन्म लिया है. അതെ, അറിയിച്ചത് ദൈവദൂതന്മാര് ഇവരായ ഇടയന്മാരെ അറിയിച്ചു. और परमेश्वर के स्वर्गदूतों ने ऐसा चरवाहों को ये समाचार सुनाया. അവരത് കേട്ടതും അത് ശിശുവിനെ അത് പോയി കാണുവാനായിട്ട് പുറപ്പെട്ടു. और जैसे उन्होंने ये सुना, वो उस बालक को भेंट देने के लिए वो चले गए. അത് കേട്ടത് അന്വേഷിപ്പാൻ ആത്മാർത്ഥതയോട് ഇറങ്ങി തിരിച്ചവര് കർത്താവിന്റെ തിരുമുഖം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. और जिन्होंने सुसमाचार सुनकर उसके खोज में जाकर उनसे भेंट किया, वो लोग मसीह के चेहरे को देख पाए, उसका दर्शन पाए. അതെ, സുവിശേഷം കേട്ടാൽ അവർ സമർപ്പിച്ച് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ് തിരുമുഖം കാണുന്നത് എന്ന് വളരെ വ്യക്തം. तो इससे बहुत ही साफ है, सुसमाचार सुनकर उसकी खोज में जो जाता है उसी को परमेश्वर का दर्शन होता है. അത് തന്നെയാണ് അതെ വിദ്വാൻമാരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. और यही बात को हम बुद्धिमानों के बारे में भी वहां पढ़ते हैं. അവർക്ക് നക്ഷത്ര അടയാളമായി തീർന്നു.
उन लोगों के लिए तारा एक चिन्ह बना। അവരാ നക്ഷത്രം കണ്ട് കർത്താവിനെ അതെ മെസ്സിയായെ അല്ലെങ്കിൽ രാജാവ് ഇസ്രായേൽ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിപ്പാനായിട്ട് പുറപ്പെട്ടു. और उस तारे को देखकर यहूदियों का राजा की खोज में वो निकल पड़े। അത് യെരുശലേമിലായിരിക്കും എന്ന് വിചാരിച്ച് യെരുശലേമിൽ വന്ന് അവിടെ എല്ലാം അന്വേഷിച്ചു. यरूशलेम में होगा ये सोचकर यरूशलेम में आकर उन्होंने उसका छानबीन किया। അതെ പുരോഹിതന്മാരൊക്കെ അറിഞ്ഞു കാണും. और याजक लोग भी जान गए होंगे। ഇങ്ങനെ ഒരു രാജാവ് ജനിച്ചു എന്ന് കേട്ട് ഹേരോദാവ് അതേ വിദ്വാൻമാരെ വിളിപ്പിച്ചു. और ऐसा राजा जन्म हुआ है ये सुनकर तब का राजा हेरोद ने इन लोगों को अपने पास बुलाया। ये लोग डर गए, പേടിച്ചു പോയി. वो डर गया। എന്നിട്ട് ഈ വിദ്വാൻമാരെയും ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി. के बाद उन्होंने वहां के जितने भी शास्त्री थे, वहां के जितने पुरानी थे, वहां के जितने भी भविष्यवक्ता थे, सबको बुलाया। ക്രിസ്തു ജനിക്കുന്ന എവിടാന്ന് ചോദിച്ചു. मसीह का जन्म कहाँ होने वाला है ये पूछा। അവര് വാക്യം കാണാതെ പറഞ്ഞു. उन्होंने पढ़ा, उन्होंने देखकर पढ़ा, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, यहूदिया में बेथलेहम में, നീ ഇസ്രായേൽ പ്രഭുക്കന്മാർ ചെറുതായിരുന്നാലും इस्राएल में प्रभु के लोग छोटे होंगे तो भी എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ പുറപ്പെട്ടു വരും. मेरे लोगों को न्याय करने वाला, अगुवाई करने वाला तेरे बीच में से उठ खड़ा होगा। അവര് കാണാതെ പറഞ്ഞു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു, സ്ഥലവും അറിയിച്ചു. उन्होंने कहा, बिना देखे ही बोला कि बेथलेहम में उसका जन्म होगा। എന്നിട്ട് അത് ഹെരോദ പറഞ്ഞു പോയി കണ്ടിട്ട് വന്ന് എന്നെ അറിയിക്കണം. तो हेरोदा ने कहा, तुम जाकर उसका भेंट कर लो और फिर आके मुझे ये खबर देना। അതെ കൊല്ലാനാണ് ആഗ്രഹിച്ചെങ്കിലും അതെ വന്ന് അറിയിക്കണമെന്ന് ഹെരോദ അറിയിച്ചു. मारना चाहा तब भी उसने कहा कि तुम लोग भेंट करके जब वापस लौटोगे तो मुझे बताना। പിന്നെ അത് സ്വപ്നത്തിലുള്ള അരുളപ്പാടുണ്ടായിട്ട് അവര് പിന്നെ വേറെ വഴിയായിട്ട് മടങ്ങിപ്പോയി. और उसके बाद उनको स्वप्न मिलता है और वो दूसरे मार्ग से वापस लौटते हैं, ये सब हम जानते हैं। ഇതറിഞ്ഞ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ആരും കർത്താവിനെ അന്വേഷിക്കാൻ പോയില്ല. लेकिन ये जानकर वहां के महायाजक या कोई अन्य याजक कोई भी यीशु मसीह के खोज में नहीं गया। എങ്ങോട്ട് പോകണമെന്നറിയാതെ ഈ വിദ്വാൻമാർ ഇങ്ങനെ അതെ സംശയിച്ച് നിന്നപ്പോഴാണ് और कहाँ जाना है ये नहीं जानते हुए जब ये जो बुद्धिमान लोग थे वो शक में खड़े थे, तब അവർ മേളിലോട്ട് നോക്കിയപ്പോൾ നക്ഷത്രത്തെ കണ്ടത്. लोगों ने ऊपर देखा और वहां पर एक तारे को देखा। ആ നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചെന്ന് കാണുന്നത്. और वहां लिखा है जब उन्होंने तारे को देखा तो बहुत ही आनंदित हुए। എന്ന് വെച്ചാൽ ഇറങ്ങിത്തിരിക്കുന്നവരെ അത് വഴിതെറ്റിയാൽ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നതല്ല ഈ ദൈവം. इसका मतलब निकल चुके हैं, वो अगर भटक जाए रास्ता तो उन्हें रास्ते में छोड़ने वाला नहीं है हमारा परमेश्वर। ഈ നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. और ये तारा उनके आगे आगे चलता रहा। ഇവിടെ ആത്മീയാർത്ഥം അടങ്ങി കിടക്കുക. और यहाँ पर भी एक आत्मिक भेद छुपा है। അതെ വഴിതെറ്റി പോകുന്നവരെ അല്ലെങ്കിൽ പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രം, ദൈവദാസന്മാര് പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെന്ന് നമ്മൾ കാണുന്നുണ്ട്. जो गलत राहों में जो गलत भटक जाते हैं उनको सही मार्ग में लाने वाले जो दास लोग वो तारे हैं, ऐसा हम समझ सकते हैं। ദാനിയേൽ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. അതെ നീതിമാന്മാർ അതേ ആകാശത്തിലെ അതേ നക്ഷത്രത്തെ പോലെ ശോഭിക്കുമെന്ന്. दानियल में हम देखते हैं कि जो धर्मी है वो आकाश के तारमंडल के जैसा चमकेंगे। എന്ന് വെച്ചാൽ അവൻ കാലാകാലങ്ങളിൽ തന്റെ ജനത്തെ കർത്താവിലേക്ക് നയിക്കുന്ന ദൈവദാസന്മാരെ കാണിക്കാതെ. इसका मतलब समय समय पर लोगों को परमेश्वर की अगुवाई करने वाले, परमेश्वर का मार्ग बताने वाले प्रभु के दास और उसके सेवकों को बताता है। അത് വെളിപ്പാട് ദിവസം നമ്മുടെ കർത്താവിന്റെ അതേ തൃക്കരങ്ങളിലും 7 നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. प्रकाशित वाक्य में भी हम देखते हैं हमारे यीशु मसीह के हाथों में भी वो 7 जो है तारे हैं। നക്ഷത്രങ്ങള് ദൈവസഭ സഭയുടെ ദൂതന്മാരാണെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. और ये जो है वो परमेश्वर की कलीसियाओं के स्वर्गदूत है, ये भी वहां हम देखते हैं।
ആ ചുരുക്കത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരെ വഴിയിൽ വെച്ച് വിടാതെ ശ്രേഷ്ഠമായിട്ട് കർത്താവിന്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. संक्षेप में कहा है, जो निकल पड़ता है उनको रास्ते में न छोड़ते हुए अगुवाई करके आखिर तक ले जाने वाला है हमारा परमेश्वर. Praise the Lord. അപ്പോൾ ഇവിടെ എല്ലാം ചുരുക്കത്തില് വഷളത്വം പിടിച്ച ഈ ഘട്ടത്തിലും ഇങ്ങനെ ആത്മാർത്ഥയോടെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തെ നമ്മൾ കാണുക. तो इन तमाम जगहों पर हम देखते हैं जहां पर अधर्म और जहां पर पाप बढ़ गया है, ऐसे जमाने के बीच में प्रार्थना करने वाले, विश्वास योगी ठहरने वाले कुछ लोगों को हम देखते हैं. നമ്മൾ ഓർക്കണം, ഈ സമയത്ത് ഇങ്ങനെ വേർപെട്ട് പ്രാർത്ഥിക്കുക, വിശുദ്ധിയോട് ജീവിക്കുക എന്ന് പറയുന്ന അല്പം പ്രയാസമുള്ള കാര്യമാണ്. और हमें ये भी समझना है, ऐसे समय में अलग होकर प्रार्थना करना, पवित्र जीवन बिताना, शुद्धि जीवन बिताना, ये कहना भी थोड़ा मुश्किल है. ലോകം മുഴുവൻ വഷളായപ്പോഴാ അത് നോഹ ദൈവമുമ്പാകെ കൃപ ലഭിച്ചതിനാൽ ജീവിച്ചത്. पूरा संसार जब अधर्म बना, उस समय में नूह ने प्रचार किया कि परमेश्वर का अनुग्रह को पाने के लिए मन फिराओ. അത് ചെറിയ കാര്യമല്ല, വിഷമുള്ള കാര്യമാണ്. वो छोटी बात नहीं है, बहुत दुख का बात है. അതെ, വഷളത്വം പിടിച്ച ലോകത്തിൽ അത് വേർപെട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം വിലപ്പെട്ട കാര്യമാണ്. क्योंकि पूरी तरह से विकृत और पूरी तरह से अधर्म से भरा हुआ एक संसार के बीच में परमेश्वर के लिए पवित्र होकर खड़े होना थोड़ा मुश्किल बात है. ഈയിടെ 12ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്കിതിന്റെ അർത്ഥം കുറച്ചുകൂടി പിടികിട്ടി. वचन संहिता 12 जब पढ़ा तो मुझे इसका मतलब थोड़ा और समझ आया. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ 1ാം വാക്യം, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. दाऊद की एक प्रार्थना है, उसका पहला आयत, हे परमेश्वर बचा ले क्योंकि एक भी भक्त नहीं रहा. മനുഷ്യപുത്രന്മാർ വിശ്വാസന്മാർ മനുഷ്യന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. मनुष्यों के बीच में विश्वासियों के लोग मर मिटे हैं, ऐसा दुख और आंसू से दाऊद का एक प्रार्थना. ഈ സമയത്ത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, इस समय में हमको जो समझना है यहाँ पे, ഈ ശൗല് ദൈവത്തിന്റെ പുരോഹിതന്മാരെ കൊന്ന കാലഘട്ടത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 12ാം സങ്കീർത്തനം. शाऊल ने परमेश्वर के भविष्यवक्ताओं को जो मार दिया, उस पृष्ठभूमि में लिखा हुआ वचन है ये 12वां वचन. അതായത് തെറ്റിപ്പോയ ശൗലിനെ, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തത് മറന്ന് ദൈവത്തോട് നന്ദിയില്ലാതെ സ്വന്തം വഴികളെ തെരഞ്ഞെടുത്ത അത് ശൗലിനെ ബാധിച്ചത് ദുരാത്മാവാണ്. तो यहाँ पर परमेश्वर के मार्ग को छोड़कर या परमेश्वर के नियुक्ति को भूलकर जो अंधन्यवादी जो शाऊल था, उसमें हम देखते हैं परमेश्वर की आत्मा निकलकर दुष्ट आत्मा उसमें प्रवेश करता है. ആ ദുരാത്മാവിന്റെ സ്വാധീനത്താലാണ് രക്ഷകനായിട്ട് ദൈവം കൊടുത്ത ദാവീദിനെ ഓടിക്കുന്നത്. और उस दुष्ट आत्मा में वो उद्धार के तौर पर दिया हुआ दाऊद को मारने के लिए उसके पीछे पड़ जाता है. അതെ, രക്ഷകനെ അകറ്റിയ ശൗല് വീണ്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ ശൗലിനെ കൊണ്ട് പിശാച് അങ്ങേയറ്റം നീചമായത് ചെയ്യിക്കുക. तो यहाँ पर हम देखते हैं जो शाऊल जो परमेश्वर से अलग हुआ है, उसमें ये जो शैतान है, दाऊद जो उद्धार करता है, उसको भगाने का एक बहुत ही बड़ा पाप का कार्य करवाता है. അതെ, പുരോഹിതന്മാരെ കുടുംബത്തെയും ശൗലിനെ കൊണ്ട് പിശാച് കൊല്ലിച്ചു കളഞ്ഞു. तो उन याजकों को और भविष्यवक्ताओं को शाऊल ने मार दिया. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനമേ ദൈവവചനവും ആരാധനയും പ്രാർത്ഥനയും ഒക്കെയാ. और परमेश्वर की जो भविष्यवक्ता लोगों का है, उनका काम है आराधना और प्रार्थना करना. അതിനെയാണ് പിശാച് നശിപ്പിക്കാൻ നോക്കുന്നത്. और इसको शैतान नाश करने देखता है. പുരോഹിതന്മാരെ നശിപ്പിച്ച പിന്നെ ദൈവവചനമില്ല, ദൈവവചനം പഠിപ്പിക്കാനായില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. അന്ധകാര ശക്തിയുടെ
തന്ത്രം നമ്മൾ നോക്കുക. क्योंकि याजकों को और भविष्यवक्ताओं को अगर मार दे तो आराधना नहीं, कलीसिया में प्रार्थना नहीं, वचन सिखाने के लिए कोई नहीं, ये सब जो है शैतान की युक्ति है, इसको समझना. അത് ദൈവം വഴി വിട്ടു പോയാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തോടുള്ള ഭക്തിയൊക്കെ മറന്നാൽ ഒരു മനുഷ്യനെ പിശാച് ഏതറ്റം വരെടുത്ത് ഉപയോഗിക്കും എന്നുള്ളതിന് തെളിവായത്. परमेश्वर के मार्ग को अगर हम छोड़ दे, परमेश्वर की नियुक्ति को अगर हम सच जाने, तो एक व्यक्ति को शैतान किस हद तक इस्तेमाल कर सकता है, इसका एक नमूना है शाऊल राजा. ഇത് അറിഞ്ഞ അല്ലെ ദാവീദ് കരഞ്ഞോണ്ട് ഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരെല്ലാം നിലവിളിച്ച് കരയുന്ന ഒരു പ്രാർത്ഥനയാണ്. और इस बात को पहचान कर दाऊद यहाँ रोकर गिड़गिड़ा कर प्रार्थना करता है, हे परमेश्वर बचा ले, क्योंकि एक भी भक्त नहीं रहा. അത് യഥാർത്ഥമായും ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചതായതുകൊണ്ട് ദൈവം ഉടൻ തന്നെ മറുപടി കൊടുത്തു. और दिल तोड़ के या दिल टूट कर जो प्रार्थना किया, इसलिए परमेश्वर ने तुरंत उसको वहां पर उत्तर दिया. അതാണ് 12ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസ നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. और वहां पर इसलिए कहा है कि परमेश्वर जो है उनकी बातों से और उनकी प्रार्थना के कारण से मैं अब भी उनके उद्धार के लिए उठूंगा, ऐसा परमेश्वर कहता है. എന്നുവെച്ചാൽ തമ്പുരാൻ തന്നെ അവിടെ ദൈവം പറയും, ദൈവം തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. और परमेश्वर स्वयं वहां बात करता है. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്ക് കാക്ഷിക്കുന്നതിന് ഞാൻ അതിലാക്കും എന്ന് തമ്പുരാൻ തന്നെ മറുപടി കൊടുക്കുക. उस 5वें आयत में हम देख सकते हैं कि परमेश्वर कहता है अब मैं उठूंगा, जिस पर मैं फूंकारते हुए उसे चैन का विश्राम दूंगा. എന്നിട്ട് ആ വചനത്തിന്റെ അത് വിശേഷത കൂടെ പറഞ്ഞേക്കുക. और वहां पर वचन का वहां पर खासियत भी लिखा गया है. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാവുന്നു. 6 आयत परमेश्वर का वचन पवित्र है. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. उस चांदी के समान जो भट्टी में मिट्टी पर ताई गई है और 7 बार निर्बल भी की गई है. എന്ന് വെച്ചാൽ സ്വർഗീയ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്, നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ സംഭവിക്കും എന്നർത്ഥം. इसका मतलब वो स्वर्गीय वचन है, वो अटल वचन है, और जैसा कहा बिल्कुल वैसा होगा. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ എഴുതിയേക്കും എന്ന് വെച്ചാൽ അന്ധകാര ശക്തി അവന്റെ സാമ്രാജ്യവും അവസരം കിട്ടിയാൽ സാധിപ്പാൻ അത് അത്യന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. इसका मतलब अंधकार की ताकतें उसकी राज्य को और उसके परिवार को निस्नाबूद करने के लिए बहुत कोशिश कर रहा है. ഇതേ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടവും. ऐसा ही जमाना हमारा अब का जमाना भी है. നമ്മൾ കണ്ടു കഴിഞ്ഞിടെ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കണം എന്നൊരു കൂട്ടർ എഴുന്നേറ്റു. हमने देखा पिछले दिनों में कि एक इस्लाम राष्ट्र को स्थापना करना है. അങ്ങനെ ഐഎസുകാര് എത്ര എളിവരെയാണ് നിഷ്കളങ്ക രക്തത്തെയാണ് വീഴ്ചത്. और ऐसे लोगों ने या वो तीव्रवादी गुट ने कितने लोगों को मारा. ഒരു കൂട്ടർ പറയുന്നു ഹിന്ദു രാജ്യം സ്ഥാപിക്കണം. कुछ लोग कहते हैं कि हिंदू राष्ट्र बनाना है. അതിന്റെ അർത്ഥം സാത്താൻ അവന്റെ സാമ്രാജ്യം സ്ഥാപിപ്പാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നു എന്നർത്ഥം. इसका मतलब शैतान अपने साम्राज्य को बनाने के लिए बहुत ताकत से कोशिश कर रहा है. അതാ ഞാൻ പറഞ്ഞ അങ്ങേയറ്റം വഷളത്വത്തിൽ വഷളത്വം അത് പ്രചരിക്കുന്ന ഒരു സമയഘട്ടം. और इसीलिए मैंने कहा बहुत ही जो है दुष्टता फैला हुआ, मलिनता फैला हुआ एक समय. അവിടെ എളിയവരുടെ പീഡ അല്ലെങ്കിൽ ചൊരിയുന്ന രക്തം അത് കണ്ടിട്ട് തമ്പുരാൻ പറയാണ് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്ക് കാക്ഷിക്കുന്നതിന് ഞാൻ അതിലാക്കും എന്ന് വെച്ചാൽ രണ്ടാമത്തെ വരവെങ്കിൽ ഞാൻ എന്റെ പുത്രന്മാരെ ചേർക്കും എന്നാ പറഞ്ഞത്.
वहां पे दीन लोगों की पीड़ा और निर्दोष लोगों की लहू बहाने से वहां पर परमेश्वर कहता है मैं अब उठकर खड़ा होगा और उन्हें विश्राम दूंगा। इसका मतलब ऐसे समय में मेरा दूसरा आगमन होगा, उसका इशारा यहाँ पर परमेश्वर करता है। Praise the Lord. അതെ അതെ, ഈ കർത്താവ് എഴുന്നേൽക്കാൻ സമയമായെന്ന് കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങൾ വിളിച്ചു പറയും. ये परमेश्वर का उठ खड़ा होने का समय निकट है, ऐसा संसार का हर एक घटना हमें इशारा करता है। അത് കർത്താവിന്റെ അതേ രാജ്യം സ്ഥാപിപ്പാൻ, അതേ 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 നമ്മുടെ കർത്താവിന്റെ രാജ്യം അതേ സ്ഥാപിക്കപ്പെടുവാൻ അധികം കാലമില്ല. നിശ്ചയമായിട്ടും അധികം താമസിയാതെ തന്നെ അത് നിറവേറും. हमारे परमेश्वर की राज्य की स्थापना होने में अब ज्यादा समय नहीं है, बिना समय हटते हुए अब जल्द वो होगा। ആമേൻ. അങ്ങനെ കർത്താവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു ഭക്തൻ എപ്രകാരമായിരിക്കണമെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചനമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. और ऐसा जब परमेश्वर का राज्य समीप है तो एक परमेश्वर का भक्त का रवैया कैसा होना है, ये दूसरे एक भजन में परमेश्वर का दास दाऊद भविष्यवाणी के तौर पर कहता है। 101 സങ്കീർത്തനം भजन संहिता 101 അവിടെ ഈ 101 സങ്കീർത്തനം ഞാൻ ദൈവ ന്യായത്തെ കുറിച്ച് പാടും, ഞാൻ ഒരു കീർത്തനം പാടും, ഞാൻ നിഷ്കളങ്കമാർക്ക് ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞ സങ്കീർത്തനമാണ്. तो हम देखते हैं वो वहां पर वो करुणा न्याय के बारे में कहता है, मैं तुझे धन्यवाद दूंगा, मैं भजन गाऊंगा, ये बातों को कहते हुए वो भजन शुरू होता है। ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് ये भजन जो दाऊद ने लिखा, താൻ രാജാവായിട്ട് അല്ലെങ്കിൽ അതെ സിംഹാസനത്തിൽ അല്ലെങ്കിൽ രാജസ്ഥാനമേറ്റ ആ സമയത്താണ്. जब उसको राज पदवी मिला था, जब उसको सिंहासन मिला था, उस समय में അല്ലെങ്കിൽ ഒരു ദൈവരാജ്യം അത് സ്ഥാപിക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ് ദാവീദിനെ മരുഭൂമിയിലെല്ലാം വിട്ട് ഓടിച്ചിട്ട് ദൈവം തിരികെ കൊണ്ടുവന്ന് അതേ സിംഹാസനത്തിൽ ഇരുത്തിയത്. परमेश्वर की राज्य की स्थापना करने की उसी उद्देश्य से पूरे जंगल में भगाकर यहाँ पर दाऊद को परमेश्वर ने वहां लाकर वो राजा बनाकर स्थापना किया। അതെ, ശൗല് അത് ഇരുന്ന പോലല്ല, പിന്നെ അത് ദാവീദ് അത് ജഡത്തിലെ അല്ലെങ്കിൽ ജഡത്തെ ജയിച്ച് അല്ലെങ്കിൽ ലോകത്തെ ജയിച്ച് ഒക്കെ സിംഹാസനത്തിൽ ഇരിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു. शाऊल के जैसा नहीं, लेकिन जड़ के ऊपर, शरीर के ऊपर जय पाकर दाऊद सिंहासन पर बैठना है, ऐसा परमेश्वर ने इच्छा किया। അത് എന്നേക്കുള്ള അതേ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ അതേ ജഡത്തെ അല്ലെങ്കിൽ പാപത്തെ ഒക്കെ ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാ എന്നേക്ക് നിലനിൽക്കുന്ന സിംഹാസനം. क्योंकि हमेशा स्थायी रहने वाला या अनंत काल का सिंहासन को अगर रखना है तो संसार की बातों को, पाप की बातों को और जो अनचाही बातों को छोड़कर उसे टच कराना है, ऐसा परमेश्वर की आत्मा इच्छा करता है, वही यहाँ पर दिखाता है। അങ്ങനെ അത് കഷ്ടതയിൽ കൂടി പരീക്ഷയിൽ കൂടി കടത്തി വിട്ടതുകൊണ്ട് നമുക്ക് ദാവീദ് അനുഭവിച്ച കഷ്ടതകളൊക്കെ നമുക്കറിയാം. और ऐसे कष्ट के द्वारा दाऊद गया और दाऊद के तमाम कष्टों को हम जानते हैं। അതുകൊണ്ടാണ് താൻ ആദ്യം തന്നെ പറഞ്ഞ ദൈവം ന്യായത്തെ കുറിച്ച് പാടും. इसीलिए उसने पहले आयत में कहा करुणा और न्याय के विषय में मैं गाऊंगा। കാരണം കർത്താവിന്റെ ദയ കൊണ്ട് കർത്താവ് ന്യായം പ്രവർത്തിച്ചത് കൊണ്ട് താനിപ്പോ സിംഹാസനത്തിലായിരിക്കും, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നർത്ഥം. क्योंकि परमेश्वर की करुणा और उसके न्याय के कारण मैं आज सिंहासन पर, राज्यकरण पर हूँ, ये इसका मतलब है। ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സിംഹാസനത്തിലിരുന്ന് ഞാൻ ദൈവരാജ്യത്തെ ഭരിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് പറയുക. उस सिंहासन में बैठकर जब मैं मेरी प्रजा के ऊपर राजकरण करूंगा तो मैं कैसा रहूंगा, ये वहां आगे लिखा गया है। ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. मैं जो है निष्कलंक होकर उस मार्ग में मैं अपने नजर रखूंगा ഒരു നീതകാര്യം എന്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കത്തില്ല. और कोई भी अनीति या कोई भी अलग बात, गलती बात मेरे आंखों के सामने मैं नहीं रखूंगा. ക്രമം കെട്ട പ്രവൃത്തി എന്റെ ജീവിതത്തിൽ കാണത്തില്ല. गलत काम मेरे जीवन में नहीं होगा. വക്രതയും ദുഷ്ടതയും എന്റെ ജീവിതത്തിൽ കാണത്തില്ല.
बुराई मेरे जीवन में नहीं रहेगा। ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ഭക്തൻ എടുക്കുന്ന തീരുമാനങ്ങളാ. परमेश्वर की राज्य की स्थापना के पहले एक भक्त जो है ये निर्णयों को लेता है। എന്നേക്കുള്ള സിംഹാസനത്തിൽ ഇരുപ്പാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. हमेशा के उस सिंहासन पर बैठने के लिए बुलाए हुए लोग हैं हम लोग। അതുകൊണ്ട് വേണ്ടാത്തതെല്ലാം അത് ഉപേക്ഷിച്ചേക്കണം, അല്ലെങ്കിൽ അടിച്ച് പുറത്താക്കണം. इसलिए अनचाही तमाम बातों को हमें निकाल फेंकना है, नहीं तो उसे तज करना है। എന്ന് വെച്ചാല് ദുഷ്ടത വേണ്ട, വഞ്ചന വേണ്ട, കൂട്ടുകാരനെ കുറിച്ച് ജ്യേഷ്ഠം പറയുന്നതിന് വേണ്ട. എന്ന് വെച്ചാൽ എന്നെ തന്നെ ശുദ്ധീകരിക്കും എന്ന ദാവീദ് പറയുന്നത്. इसका मतलब मुझे निर्दोष बने रहना है, दोस्त के प्रति कोई दोष नहीं लगाना है, मुझे सही मार्ग में चलना है, कुकर्म नहीं करना है, गलत काम, टेढ़ा काम, बुरे काम नहीं करना है। इसका मतलब संक्षेप में मुझे पवित्र रहना है, कोई पाप मुझ में नहीं होना। എന്ന് വെച്ചാല് ഇതിന്റെ എല്ലാം ലക്ഷ്യം ദാവീദ് പറയുക, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. और इसका उद्देश्य इतना ही है कि कब तू मेरे पास आएगा। തന്റെ ലക്ഷ്യം കർത്താവിന്റെ സഖിത്വം എനിക്ക് വേണം. उसका मकसद इतना ही है, परमेश्वर की मित्रता और वो संगति मुझे चाहिए। അതെ 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 ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു പൈതൽ അവന് ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ സഖിത്വം. परमेश्वर के राज्य में जो प्रभु का संतान है, उसका मकसद और उसकी सबसे बड़ी चाहत यही होना है, परमेश्वर की मित्रता सदैव उसके साथ रहे। ഇത് ദാവീദ് നല്ലപോലെ ആഗ്രഹിച്ചത് കൊണ്ടാ ദാവീദിനെ ദൈവം ആദ്യം തന്നെ തിരഞ്ഞെടുത്തത്. और दाऊद ने ये बहुत अच्छे से इच्छा रखा, इसी कारण पहले से अनुमान लगाकर दाऊद को परमेश्वर ने नियुक्त किया था। സാധാരണ പിള്ളേര് ആട് മേയിക്കാനൊക്കെ പോയാലേ അത് വീട്ടിൽ നിന്ന് അകന്ന് എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു വഴിയാ. साधारण रीति से एक चरवाहा अगर घर के भेड़ बकरों को चराने के लिए बच्चे निकलते हैं तो अपनी मनमानी कर अपनी मार्ग में चलने का एक ऐसी अवस्था होता है। ഈ യാക്കോബിന്റെ മക്കളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് വന്ന് അപ്പനോട് പറഞ്ഞെന്നാ പറയുന്നത്. याकूब के बच्चों के बारे में हम देखते हैं, उनके बारे में जो बुरा समाचार है वो पिता से आके लोग कहा, ऐसा कहते हैं। ഇടയന്മാരുടെ സ്വഭാവം മൊത്തത്തിലെ ഇതാ. चरवाहों का स्वभाव जो है वो ऐसा ही है। എന്നാൽ ദാവീദിനെ വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. लेकिन दाऊद वहां पर अलग था। ഇവിടെ ഇങ്ങനെ യഹോവയുടെ സഖിത്വം ആഗ്രഹിച്ച് എപ്പോ നോക്കിയാലും അത് ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ശൗലിന്റെ ഭൃത്യന്മാര് പറഞ്ഞത്, ഇശായുടെ ഒരു മോനുണ്ട്, അവൻ എപ്പോ നോക്കിയാലും ആരാധനയാ, എപ്പോ നോക്കിയാലും പ്രാർത്ഥനയാ, അവന്റെ കൂടെ ദൈവമുണ്ട്. और दाऊद एक अलग व्यक्तित्व था, वो हमेशा प्रार्थना और गीत में लगा रहता था। इसलिए शाऊल के सलाहकारों ने आकर शाऊल से कहा, यशी का एक लड़का है, लेकिन वो हमेशा भजन और गीत गाता रहता है, प्रभु की स्तुति करता रहता है। ബാല്യം മുതൽ ദൈവസഖിത്വം ആഗ്രഹിച്ചവനായിരുന്നു ദാവീദ്. बचपन से ही परमेश्वर की मित्रता की चाहत रखने वाला था दाऊद। അതുകൊണ്ട് ഒരു ശൗല് വീണപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് ഈ ദൈവസഖിത്വം ഏറെ ആഗ്രഹിച്ച ദാവീദിനെയാണ്. इसलिए जब शाऊल गिर गया तो उसके स्थान पर जो प्रभु ने चुना वो ऐसा परमेश्वर की मित्रता का इच्छा रखने वाले दाऊद को था। ഈ ഭവനത്തിലെ ഈ ദൈവഭക്തിയോടൊക്കെ ജീവിച്ചാൽ ഈ ഭവനത്തിൽ വലിയ വിലയൊന്നും കാണത്തില്ല. अगर बहुत ही भक्ति के साथ अगर घर में अगर हम जिए तो घर में भी बहुत कुछ नाम नहीं होता। യോസേഫ് ഭവനത്തില് അത് സ്വപ്നവും വെളിപ്പാടും ഒക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴ് അവനൊരു ആക്ഷേപേര കിട്ടത് ആണ്ടുള്ള സ്വപ്നക്കാരൻ അവനെ കളിയാക്കി വിളിച്ചു സ്വപ്നക്കാരൻ. ഭക്തിക്ക് ഒരു വിലയെ അവർ കൊടുത്തില്ല. यूसुफ के बारे में भी हम यही देखते हैं, वो भविष्यवाणी करता था और स्वप्न देखता था। जब उसने स्वप्न बताया तो घर के लोगों ने कोई मान सम्मान या आदर नहीं दिया, बल्कि उसको एक नाम से पुकारा, स्वप्न देखने वाला, ऐसा करके उसका मजाक उड़ाते थे.
നമ്മൾ എവിടെ ദൈവത്തെ മാനിക്കുന്നോ അവിടെ ദൈവം നമ്മളെ മാനിക്കും. Hallelujah. जहाँ परमेश्वर की हम मान सम्मान करते हैं वहाँ परमेश्वर हमारा सम्मान आदर करेगा. അതെ, സ്വപ്നക്കാരൻ എന്ന് വിളിച്ച യോസേഫിന്റെ മുമ്പിൽ യജമാനെ എന്ന് പറഞ്ഞ് ഈ സഹോദരന്മാരെ കൊണ്ട് എത്ര പ്രാവശ്യം ദൈവം പീഡിപ്പിച്ചു. जिसको स्वप्न देखने वाला ऐसा बुलाया गया, उसी भाई के सामने कितने बार परमेश्वर ने इन भाइयों को लाकर अपनों को नमस्कार करवाया. അതുപോലെ ദാവീദിനെയും അത് മാനിച്ചത് സ്വന്തം ഭവനത്തിൽ തന്നെ ഞങ്ങൾ മാനിക്കാൻ തുടങ്ങി. और दाऊद को भी हम देखते हैं अपने घर में ही परमेश्वर ने उसको आदर दिया. ശൗല് വീണു പോയപ്പോൾ ശൗമേല് രാത്രി മുഴുവൻ കിടന്ന് വിളിച്ചു. और जब वहां पर देखते हैं कि शाऊल जो रात भर जो है वह रोने लगा. ദൈവം പറഞ്ഞു, നീ എന്തിനൊക്കെ അറിയുന്നേ, പോ, ഞാൻ കാണിച്ചത്, നീ വേദനയിൽ പോയി ഷായുടെ ഒരു മകനെ രാജാവിട്ട് കണ്ടിരിക്കുന്നു, അഭിഷേക തൈലം എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. परमेश्वर ने बोला तू क्यों रोता है, तू वहां पर जा, अभिषेक का तेल लेके जा, और मैं जिसे दिखाऊंगा यशी का लड़का है उसको तू वहां पर राजा बोल के अभिषेक कर. അപ്പം ശൗമേലിന് ഒരു സംശയം, ശൗല് കേട്ടാൽ എന്നെ കൊല്ലും. तो अभी शमूएल को एक शक हुआ, अगर शाऊल को ये पता चलेगा तो वो तो मुझे मार डालेगा. പാടെ ദുരാത്മാവ് പിടിച്ചിരിക്കുന്ന മനുഷ്യനാണ്. क्योंकि वो तो दुरात्मा से भरा हुआ एक व्यक्ति है. अभी ദൈവം ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. परमेश्वर ने उसे एक मार्ग बताया. നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് പോകണം. तू वहां पर एक बछड़े को लेके जा. എന്ന് വെച്ചാൽ യാഗത്തിന്റെ കെയർ ഓഫിൽ പോകണമെന്ന്. का मतलब है वहां बलि चढ़ाने के नाम से तुझे जाना है. അതേ ശൗമേല് പോയി. और शमूएल गया. പട്ടണത്തിലെ മൂപ്പന്മാർ വിറച്ചുകൊണ്ട് അവരെ എതിരേറ്റു. और वहां के जो पुरानी लोग हैं उन्होंने उनका स्वागत किया. ആരും അറിയാതെ ചെയ്യേണ്ട അഭിഷേകമാണ്. और किसी से अनजान होके गुप्त में करने का ये अभिषेक था. ഇശായിയുടെ ചെവിയിൽ പോയി പ്രകാരം പറഞ്ഞു കാണും, ഞാനിവിടെ ഈ യാഗം കഴിക്കാൻ വന്നതാ, അതിന്റെ കെയർ ഓഫിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ. और इसी के कान में जाके कहा होगा, मैं यहाँ बलि चढ़ाने के लिए आया हूँ, लेकिन उसके साथ साथ उसके जरिए एक नियुक्ति करने के लिए भी यहाँ पर आया हूँ. അർത്ഥം മനസ്സിലായോ? എന്ന് വെച്ചാൽ അന്ധകാര ശക്തി അതിന്റെ ഈ ആത്മീയ അർത്ഥം പറയുമ്പോൾ കുറച്ച് എന്ന് വെച്ചാൽ കർത്താവിന്റെ അതേ കാൽവരിയിലെ മരണത്തിന്റെ കെയർ ഓഫിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. तो इसका अगर आत्मिक मतलब समझाए, यीशु मसीह के कालवरी के बलिदान से चुने हुए लोग हैं हम लोग. എന്ന് വെച്ചാൽ ഈ കാൽവറിയിലെ അതേ യാഗത്തിനും രക്തത്തിനും അടിസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അന്ധകാര ശക്തിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. Hallelujah. तो इस कालवरी के लहू से और कालवरी के बलिदान के कारण से अगर चुना हुआ है तो अंधकार की ताकत तुझे छू नहीं सकती और सवाल नहीं कर सकती. കർത്താവ് രക്തം ചിന്തി ആ രക്തത്തിന്റെ കെയർ ഓഫിൽ ജയിച്ച കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷയെ തെരഞ്ഞെടുപ്പിനെ തടസ്സം ചെയ്യുവാൻ അന്ധകാര ശക്തി സാധ്യമല്ല. Praise the Lord. और Hallelujah. के लहू से उस यीशु मसीह के कालवरी के बलिदान से चुना हुआ किसी भी व्यक्ति के खिलाफ सवाल करना ये किसी भी अंधकार की ताकत से नहीं हो सकता. അവിടെ ദൈവം അരുളി ചെയ്തത് കള്ളത്തരം കാണിച്ചു പോകാനല്ല, വലിയ ആത്മീയ സത്യമാണ് ദൈവം അവിടെ വെളിപ്പെടുത്തിയത്. वहां पर परमेश्वर ने कोई झूठ या फरेब करने के लिए नहीं कहा, लेकिन बहुत बड़ा एक आत्मिक भेद को वहां पर उजागर किया. അന്ധകാര ശക്തി അവന്റെ ദുഷ്ടതയോടെ വാഴുമ്പോൾ കാൽവരിയിലെ അതേ യാഗത്തിന്റെ മറവിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്നു. अंधकार की ताकत जब अपना नंगा नाच नाचती है, उस समय में कालवरी की उस ताकत से, कालवरी की उस बलिदान, उस लहू के माध्यम से अपने लोगों को प्रभु ने चुन लिया है. ദാവീദിനെ വിളിച്ചു ഒന്നുമില്ല. दाऊद को बुलाया नहीं. ഈ ഇശായിയോട് ഇതിന്റെ മക്കളിൽ ഒരുവനെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂത്ത മോനോട് വന്ന് പറഞ്ഞു, മോൻ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായിട്ട് നിൽക്കണം, നിനക്ക് രാജസ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അഭിഷേകം ചെയ്യാനാ പ്രവാചകൻ വന്നിരിക്കുന്നത്. यहाँ पर जब यशी को भविष्यवक्ता ने कहा कि तेरा एक पुत्र को अभिषेक किया जाएगा, तो यशी ने अपने ज्येष्ठ पुत्र को बुला के कहा, तू कपड़ा वगैरह बदल के तैयारी के साथ रहे ना,
हो सकता है तुझे राजा का अभिषेक मिले। ആ ഏലിയാവ് ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സെല്ലാം വിട്ട് അവൻ സ്പ്രേ ഒക്കെ അടിച്ച് അവൻ എത്രയും ഭംഗിയായിട്ട് വന്നിക്കാമോ അത്രയും ഭംഗിയായിട്ട് വന്ന് ശൗലിന്റെ അടുത്ത് നിന്നു. और वो जो है जल्दी से जाके अपना हुलिया बदल कर साफ सफाई करके नहा धोकर शमूएल के सामने आकर खड़ा हुआ। ശൗല് നോക്കി വേണ്ട ശൗലിനെ പോലൊക്കെ ഉണ്ട്, നല്ല 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 തന്റെ ഇടവും നല്ല പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അഭിഷേക തൈലം എടുത്ത് അങ്ങോട്ട് ഒഴിക്കാനെടുത്ത് തമ്പുരാൻ പറഞ്ഞു ഇവനല്ല ഇവനല്ല. तो शमूएल ने जब देखा तो अच्छा कद का था, शाऊल जैसा था, वीर शूर था, और उसने तुरंत अपना अभिषेक डालने के लिए जैसे ही उसने उस सिंह को उठाया, परमेश्वर ने कहा नहीं ये नहीं है। ഏലിയാവിന് മോന് അദ്ദേഹത്തിന് മൂത്ത മോന് നാണം കേടായി. और उसका मान सम्मान वहां पर चला गया। അത് രണ്ടാമത്തേനും വിളിച്ചിട്ടുണ്ട്, അഭിനദാബിനെ വിളിച്ചു, മോർണിംഗ് വാടാ എന്നാ നീ ആയിരിക്കുന്നു. के बाद अभिनदाब को बुलाया, दूसरा वो हो सकता है तू है। ദൈവം പറഞ്ഞു ഇവനുമല്ല. परमेश्वर ने कहा ये भी नहीं। അടുത്ത സമയം വരുത്തി शमी को बुलाया, ഇവനുമല്ലെന്ന് പറഞ്ഞു. ये भी नहीं है। നാണം കെട്ട ചരിത്രം, നാണം കെട്ടുപോയി. और ऐसा उन लोग सब वहां पर शर्मिंदगी उठाना पड़ा। തമ്പുരാൻ ആദ്യം തന്നെ പറഞ്ഞു ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ശൗലിനെ തെരഞ്ഞെടുത്തതുപോലെ പുറമേ ഉള്ള നോക്കിയല്ല, പിന്നെയോ ഹൃദയങ്ങളെയും അന്തതികളെയും അറിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുന്നത്. तो पहले से ही परमेश्वर ने व्यक्त कर लिया था, शाऊल को जैसे बाहर की बातों को देखकर चुन लिया था, वैसा नहीं अब की बार जो चुनाव होगा, जो नियुक्ति होगा, वो उसकी अंतरात्मा को, भीतर को, मन को, सोच विचार को देखकर होगा। കർത്താവിന്റെ വരവുകൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ള ഹൃദയങ്ങളെ നോക്കിയാണെന്നുള്ളതാണ് സ്പഷ്ടം. परमेश्वर की आगमन में दोबारा जो आगमन होगा, अभी का जो नियुक्ति होगा, जो चुनाव होगा, वो हृदयों को देखकर होगा। പിന്നെ എന്ത് ദൈവം എന്തിനാ ഇവരെ നാണം കെടുത്തിയത് എന്നെനിക്ക് സംശയം തോന്നുന്നു. फिर मुझे शक हुआ कि परमेश्वर ने इन लोगों को वहां पर इतना अनादर क्यों किया। ദൈവം നമ്മളെപ്പോൾ ഇങ്ങനെ അത് മറ്റുള്ളവരെ കളിയാക്കുക പരിഹസിക്കുകയും ചെയ്യുന്നവനല്ല. क्योंकि परमेश्वर हमारे जैसा दूसरों को टट्टी में नहीं उड़ाता, उनका मजाक नहीं करता। അതിനൊക്കെ ഒത്തിരി ആഴവും അർത്ഥമൊക്കെ ഉണ്ട്. के लिए बहुत से गहरापन और उसका भेद है। എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാട് എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ കുടുംബ മഹിമയുള്ളവര്, എത്രയോ അച്ഛന്മാർ, എത്രയോ ബിഷപ്പുമാരുണ്ടായിരുന്നു. क्योंकि इसका मतलब इतना है, हमारे चारों ओर हमारे से ज्यादा योग्यता रखने वाले कितने लोग, महायाजक लोग, याजक लोग, बिशप लोग, और ऐसे उन्नत पदवी रखने वाले लोग, पढ़ाई किए हुए लोग, कितने लोग थे। അവരെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ദൈവകൃപ നമ്മുടെ മേൽ വലിയ അതിരക്ഷ നമ്മുടെ മേൽ പകർന്നത് എന്ന് നമ്മൾ ഓർക്കണം. इन तमाम लोगों को अलग करके परमेश्वर की करुणा और ये बहुत ही बड़ा महिमा का उद्धार हमें मिला है, इसको भूलना नहीं। എന്ന് വെച്ചാൽ അത് പ്രമാണിമാരെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ ലജ്ജിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ദൈവം നടത്തിയത്. इसका मतलब प्रभु लोगों को और बड़े बड़े प्रमाणियों को और पुरानियों को लज्जित करने वाला चुनाव था हमारा चुनाव। വിശാലാർത്ഥം പറഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ നിഷ്കളങ്ക ഹൃദയർ അല്ലെങ്കിൽ ദൈവസഹിത്വം യഥാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ എടുക്കപ്പെടും, തിരഞ്ഞെടുക്കപ്പെടും. അവർ രാജ്യസിംഹാസനത്തിരിക്കും. ബാക്കിയുള്ളവർ എത്ര പ്രമുഖരായാലും അവർ അത് ലജ്ജിച്ചു പോകും എന്നർത്ഥമാണ് അവിടെ വെളിപ്പെട്ടത്. सरलता से अगर कहे तो हमारी परमेश्वर की दूसरी आगमन में जो निर्दोष है, जो पवित्र है, जो शुद्ध है, जो परमेश्वर की मित्रता चाहते हैं, वो लोग चुन लिए जाएंगे, परमेश्वर के साथ जाएंगे। अन्यथा तमाम लोग जो यहाँ के रईस लोग हैं, नामचीन लोग हैं, प्रसिद्ध लोग हैं, वो सब लज्जित हो जाएंगे। ये उसका आत्मिक भेद है। അതെ, വിശുദ്ധനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാനി അധികം നീതി ചെയ്യട്ടെ. पवित्र अपने आप को पवित्र रखे और धर्मी अपने आप को फिर से धर्मी बनाए। ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. मैं मेरे वचन को यहाँ पर समाप्त करता हूँ।